മേരുവിൻ്റെ പാദസരം. അധ്യായം 3. എഴുന്നേൽക്ക് പഹയ, സൂര്യൻ അറബിക്കടലിലേക്ക് പോണത് കാണുന്നില്ലേ? സാദിഖ് തൻ്റെ സഹഗാമിയെ തട്ടി ഉണർത്തി എഴുന്നേൽപ്പിച്ചു. ആ സാധുമൃഗം വളരെ പതുക്കെ എഴുന്നേറ്റ് നിവർന്നു നിന്ന് തല ഉയർത്തി തൻ്റെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് ഒരുങ്ങി. മന്ദം മന്ദം നടന്ന് വൈകുന്നേരമായപ്പോഴേക്കും അവർ അഖാര ഗ്രാമത്തിലെത്തി. രണ്ടു പേർക്കും വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങിങ്ങായി കുടിലുകൾ കണ്ടു തുടങ്ങി. മനോഹരമായ കമാനങ്ങൾ പോലെ തോന്നിക്കുന്ന ചെറുതും വലുതുമായ കുടിലുകൾ, അപൂർണതയുടെ പ്രതിനിധികൾ പോലെ തോന്നിക്കുന്ന മറ്റ് ചിലവ, ഇഷ്ടിക കൊണ്ടും കമ്പുകൾ കൊണ്ടും കെട്ടിയവ, ചാണകവും മണ്ണും കുഴച്ച് ഭിത്തികൾ രൂപപ്പെടുത്തിയവ, പുറത്ത് ചിത്രപ്പണികളോട് കൂടിയവ, കച്ചി മേഞ്ഞവ, അങ്ങനെ വിവിധ തരം കുടിലുകൾ. ചിലയിടത്ത് ഗോതമ്പിൻ്റെയും ബാജ്രയുടെയും കച്ചികൾ കൂമ്പാരമിട്ടിരിക്കുന്നു. ഒട്ടകങ്ങളും ആടുമാടുകളും കുറവല്ല. അവയ്ക്ക് കുടിക്കാൻ ഇടയ്ക്കിടെ വലിയ ജലസംഭരണികളും കാണാം. പൊടിയുടെ മേലാപ്പ് അന്തരീക്ഷത്തിലും വർണ്ണം ചാർത്തിയിരിക്കുന്നു. അവിടുത്തെ ഉടുക്കാക്കുട്ടികളിലും അത് ചന്ദനം ചാർത്തുന്നു. പല പല പണികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ജനങ്ങൾ, ആർത്തുല്ലസിക്കുന്ന കുട്ടികൾ, ആടിനെ മേയ്ക്കുന്നവർ, മരുഭൂമിയുടെ മേമ്പൊടിയിൽ ചാലിച്ച ജീവിതം അവരെ വരൾച്ചയുടെ പിൻഗാമികളാക്കുന്നു. എൻ്റെ മോനെ, ഇവിടെ നമുക്ക് വല്ലതും കിട്ടുമോയെന്ന് നോക്കാം. കുറേ കുട്ടികൾ കളിക്കുന്നിടത്തേക്ക് അവൻ തൻ്റെ ഒട്ടകവണ്ടി തിരിച്ചു. പുതിയൊരതിഥിയെ കണ്ട് കുട്ടികൾ ചുറ്റിലും കൂടി. ഇവിടെ കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ? കൂട്ടത്തിലൊരു കറുമ്പൻ ഇത്തിരി നേരം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കൂടെ വാ. അവൻ്റെ വഴിയിലൂടെ സാദിഖും ഹുനാഫും നടന്നു നീങ്ങി. എന്താ പേര്? കറുമ്പൻ ചോദിച്ചു. സാദിഖ്. നിൻ്റെയോ? എൻ്റെ പേര് രാജ. ഒട്ടകത്തിന് പേരുണ്ടോ? ഹുനാഫ്. ഒരു കുടിലിനു മുൻപിൽ ആ യാത്ര അവസാനിച്ചു. അമ്മേ, 2 ഭക്ഷണം, അവൻ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. ഈ നേരത്ത് ആരാടാ? ഒന്ന് സാദിഖിനും ഒന്ന് ഹുനാഫിനും. വിശ്വാസം വരാത്തതുപോലെ ഒരു സ്ത്രീ വെളിയിൽ വന്നു നോക്കി. എവിടെ സാദിഖും ഹുനാഫും? ഇത് സാദിഖ്, ഇത് ഹുനാഫ്. അത് ശരി, ഒട്ടകത്തിനാണോടാ ഞാൻ ഭക്ഷണം ഉണ്ടാക്കേണ്ടത്? രാജ വിളറിച്ചിരിച്ചു. അവൻ അകത്തേക്ക് പോയി അമ്മയോട് എന്തൊക്കെയോ പറഞ്ഞു. ആ സ്ത്രീ സാദിഖിന് വയറു നിറച്ച് ഭക്ഷണം കൊടുത്തു. ഹുനാഫിന് നിറയെ വൈക്കോലും കിട്ടി. ശരി ശരി, ഭക്ഷണത്തിൻ്റെ പൈസ എവിടെ? സാദിഖ് മടിച്ച് തുകൽ സഞ്ചിയിൽ നിന്നും ബദാം നിറച്ച ഒരു കൊച്ചു പൊതിയെടുത്ത് അവർക്ക് നീട്ടി. അവർ ചിരിച്ചുകൊണ്ട് അത് തുറന്ന് 5-6 ബദാം പരിപ്പെടുത്തിട്ട് ആ പൊതി അവന് തിരിച്ചു നൽകി. നീണ്ട മണലാരണ്യത്തിൽ കൂടിയുള്ള വിരസമായ യാത്രകളാണ് കച്ചവടക്കാരുടേത്. അവിടുത്തെ ഒരു മരുപ്പച്ചയാണ് അഖാര ഗ്രാമം. രാജായുടെ വീടിനു മുൻപിൽ ഒരു ക്ഷേത്രവും ക്ഷേത്രത്തെ ചുറ്റി കുറച്ച് വൃക്ഷങ്ങളും ഈ നാടോടികൾക്ക് ഒരാശ്വാസമാണ്. ഉച്ചസമയത്ത് അവിടെ എത്തി വിശ്രമിക്കുന്നവർക്ക് രാജായുടെ അമ്മ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു. അതിൻ്റെ തുച്ഛമായ പ്രതിഫലം അവർക്കൊരാശ്വാസമാണ്. ആട്ടെ, എവിടേക്കാണ് യാത്ര? അവർ സാദിഖിനോട് ചോദിച്ചു. ബൈരാജാൻ്റെ അടുത്തേക്ക്, അവൻ മടിച്ചു പറഞ്ഞു. ആ പണ്ഡിതൻ്റെ അടുത്തേക്കോ? എന്തിന്? രാജയാണത് ചോദിച്ചത്. മതഗ്രന്ഥം പഠിക്കാനായിരിക്കും അല്ലേ മോനെ? ബൈരാജാനെന്ന് കേട്ടപ്പോൾ ആയമ്മയ്ക്ക് സാദിഖിനോട് തെല്ലൊരു മതിപ്പ് തോന്നി. ആണെന്നും അല്ലെന്നുമുള്ള വിധത്തിൽ സാദിഖ് തലയാട്ടി. സാദിഖും ഹുനാഫും അവരോട് യാത്ര പറഞ്ഞു. കുറച്ചു ദൂരം എത്തിയില്ല, ഓടിക്കിതച്ച് രാജ മുൻപിൽ. നടക്ക്, ഞാനും വരുന്നു. പുതിയൊരു ഉടുപ്പുമിട്ട് തല ചീകി ഒതുക്കി മിടുക്കനായാണ് അവൻ എത്തിയിരിക്കുന്നത്. പിന്നൊരു കാര്യം, എത്ര ഇരുട്ടിയാലും നമുക്ക് തിരിച്ച് വീട്ടിലെത്തണം. ഞാനിന്ന് ബൈരാജാനോടൊപ്പമാണ് തങ്ങുന്നത്. നീ തനിച്ചു വരണം. നോക്ക്, നിനക്കാര് ഭക്ഷണം തരും? ഹുനാഫിൻ്റെ കാര്യമോ? പോട്ടെ, നിനക്ക് വഴിയറിയുമോ? അതൊന്നും സാരമില്ലെന്നേ, വഴിയൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് തനിച്ചു വരാൻ പേടിയാണെന്നേ. ആലിഭൂതം പിടിക്കില്ലേ? എങ്കിൽ നീ വരണ്ട.
അങ്ങനെ പറയരുത്, ഒന്നുകൂടി ആലോചിച്ചേ. സാദിഖ് കുറേ നേരം ആലോചിച്ചു. ഇടയ്ക്ക് ഹുനാഫിനെയും നോക്കി. ആഹാരം, വെള്ളം, ഹുനാഫിനുള്ള വൈക്കോൽ, ഉറക്കം. സമ്മതിച്ചു. രണ്ടുപേരും വലിയ ഏതോ ഉടമ്പടിയിൽ ഒപ്പുവെച്ചതുപോലെ ഹസ്തദാനം ചെയ്തു. അങ്ങനെ സഹഗാമികൾ വർദ്ധിച്ച ആ യാത്ര പതുക്കെ പുറപ്പെടുകയായി അഖാരയിൽ നിന്നും ഹീരയിലേക്ക്. അഖാരയിൽ നിന്നും അകലും തോറും പറഞ്ഞു കേട്ട ആലിഭൂതത്തെ പേടിച്ച് രാജായും ഇപ്പോൾ കേട്ട ആ കാണാഭൂതത്തെ പേടിച്ച് സാദിഖും വരാനിരിക്കുന്ന ഇരുട്ടിനെ പേടിച്ച് ഹുനാഫും മുമ്പോട്ട് പോയി. ആ നീണ്ട മണലാഴിയിൽ ഹുനാഫും പുറത്ത് സാദിഖും രാജായും 3 ജീവനുള്ള കരിങ്കൽ പ്രതിമകൾ പോലെ അഖാര ഗ്രാമത്തിന് തോന്നി.